ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു സിമ്പിൾ കണ്ടിട്ടുണ്ടോ? കാണാത്തവരൊന്ന് എടുത്തു നോക്കുക. ഇത് കണ്ടിട്ട് പലരും പേടിച്ചിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഒരു ഓഡിയോ ഇതിന്റെ പേരിൽ പ്രചരിക്കുന്നുണ്ട്. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ പേയിൽ നിന്ന് പൈസ നഷ്ടമാകും എന്നൊക്കെ പറഞ്ഞിട്ട്. ഒന്ന് ശ്രദ്ധിക്കാം. നമ്മുടെ ജിപേയിൽ ഗൂഗിൾ പേയിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും നമ്മൾ ലാസ്റ്റ് ട്രാൻസാക്ഷൻ ആർക്കാണോ അയച്ചത് അതിന് തൊട്ടിപ്പുറത്തായിട്ട് രണ്ടുപേരും ഹാൻഡ് ഷേക്ക് ചെയ്യുന്ന ഒരു പോക്കറ്റ് മണി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വന്ന് കിടപ്പുണ്ട്. അത് ഡിലീറ്റ് ചെയ്യാനോ അത് ഓപ്പൺ ചെയ്യാനോ പറ്റില്ല. അത് ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ എൻ്റെ ഒരു 10,100 രൂപ ഇപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് കട്ടായി പോയി. അത് ആർക്കാണോ ട്രാൻസാക്ഷൻ പോയിട്ടുണ്ട്, ആർക്കാണോ കിട്ടിയെന്നൊന്നും ഡീറ്റെയിൽസ് പോലും എടുക്കാൻ പറ്റുന്നില്ല. അതൊരു സ്കാമാണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾ ലാസ്റ്റ് ട്രാൻസാക്ഷൻ ലാസ്റ്റ് ആർക്കാണോ ഗൂഗിൾ പേ അയച്ചു കൊടുത്തത് അതിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് നിങ്ങൾ അതിനകത്ത് അറിയാതെ തൊട്ടാണ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അത് അതേ എമൗണ്ട് അതിൽ നിന്ന് ഡിഡക്റ്റ് ആവും. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതൊരു സ്കാമാണ്. ഒട്ടും പേടിക്കേണ്ട കാര്യമൊന്നുമല്ല. ഇത് ഗൂഗിൾ പേ തന്നിട്ടുള്ള ഒരു സൗകര്യമാണ്. എന്താണെന്ന് പറയട്ടെ. അതെ, ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്കും ഇനി ഗൂഗിൾ പേക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്തിനാണതെന്നല്ലേ? നമ്മുടെ വീട്ടിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊന്നും ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവില്ല. അവർക്കും നമുക്ക് ഗൂഗിൾ പേ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ള പ്രായമേറിയവരുണ്ടെങ്കിൽ അവർക്കും ബാങ്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ എന്നാൽ നമ്മുടെ തന്നെ ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന വിധത്തിൽ അവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു സംവിധാനമാണ് ഗൂഗിൾ പേയിൽ വന്നിട്ടുള്ള ഈ ഒരു സംഭവം. UPI പോക്കറ്റ് മണി എന്ന് പറഞ്ഞിട്ട് കണ്ടോ? ഇങ്ങനൊരു സംഭവം ഗൂഗിൾ പേയിൽ വന്നിട്ടുണ്ട്. ഇതുവരെ നോക്കാത്തവരൊന്ന് ഗൂഗിൾ പേ എടുത്ത് നോക്കൂ. ഇങ്ങനെ പോക്കറ്റ് മണി എന്ന് പറഞ്ഞിട്ട് കാണാം. ഇതിനെ UPI സർക്കിൾ എന്നാണ് പറയുക. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളുണ്ടല്ലോ, അവർക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവണം എന്നില്ല. അതിനുള്ള പ്രായം അവർക്ക് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്ക് നമ്മൾ പൈസ കൊടുത്തു വിടുകയാണല്ലോ ചെയ്യാറുള്ളത്. എന്നാൽ അവരുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ അവരുടെ നമ്പർ തന്നെ വെച്ചിട്ട് ഗൂഗിൾ പേ എടുക്കാൻ പറ്റും. അതിലേക്ക് നമ്മളുടെ ഗൂഗിൾ പേ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, നമുക്ക് 5,000 10,000 അത് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. അതല്ലെങ്കിൽ അവർ ഓരോ തവണ പേയ്മെന്റ് ചെയ്യുമ്പോഴും നമ്മുടെ സമ്മതത്തോടെ, എന്ന് വെച്ചാൽ നമ്മളുടെ ഗൂഗിൾ പേയിലാണ് അതിന്റെ നോട്ടിഫിക്കേഷൻ വരിക. നമ്മൾ പാസ്വേഡ് അടിച്ചു കൊടുത്താലേ അവർക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഗൂഗിൾ പേയിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റും. ചെയ്തു നോക്കൂ. അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. സെർച്ച് ബാറിൽ സുരേഷൻ ചാനൽ എന്ന് സെർച്ച് ചെയ്യുക. നമ്മുടെ ചാനൽ ഇങ്ങനെ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ വീഡിയോസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ തമ്പനയിൽ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി അങ്ങനെ നോക്കാൻ പറ്റുന്നില്ല, ആ വീഡിയോന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റയിലോ ടിക്ടോക്കിലാണ് ഇത് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. താഴെ കമന്റ് ഇട്ടിട്ട് കാര്യമില്ല. കാരണം അതിൽ നമ്മൾ ലിങ്ക് കൊടുത്താൽ ഹൈലൈറ്റ് ആവില്ല. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് യൂട്യൂബിലേക്ക് എത്താൻ പറ്റില്ല. എനിക്ക് ഇൻബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്ക് അയച്ചു തരാം. ഫേസ്ബുക്കിലും യൂട്യൂബിലും ആൾറെഡി നമ്മൾ ഇതിന്റെ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർ അങ്ങനെ ചെയ്തു വെക്കൂട്ടോ. ഓക്കെ.